അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വലിയ നോമ്പുകാലം ജീവിത നവീകരണത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും കാലം കൂടിയാണ്. ഇത്തരത്തിൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും മാതാപിതാക്കൾ മക്കളെയും വിശുദ്ധീകരിക്കണം. നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ സഭാംഗങ്ങളെ വിശുദ്ധീകരിക്കാനുള്ള ഉത്തമമായ വഴി ഈശോ തന്നെ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഈശോ തന്നിൽ വിശ്വസിക്കുന്നവർ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി തന്നെ വിശുദ്ധീകരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 19-ാം വാക്യം നാം വായിക്കുമ്പോൾ ഈ സത്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. വചനത്തിൽ ഇപ്രകാരം നാം കാണുന്നു: അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും വിശുദ്ധീകരിക്കാനുള്ള പോംവഴിയായി ഈശോ കാണുന്നത് തന്നെ വിശുദ്ധീകരിക്കുക എന്നതാണ്. എൻ്റെ പ്രിയ സഹോദരരെ, ഈ നോമ്പുകാലത്ത് മാത്രമല്ല, മറ്റെല്ലാ കാലങ്ങളിലും നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും വിശുദ്ധീകരിക്കാൻ, നവീകരിക്കാൻ നാം ശ്രദ്ധിക്കുമ്പോൾ അതിനുള്ള ഏറ്റവും നല്ല വഴി നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക എന്നതാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളേവരെയും സൃഷ്ടിച്ച് വഴി നടത്തുന്ന തമ്പുരാനെ, അനുദിനം ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാർ യൗസേപ്പിതാവേ, സകല വിശുദ്ധരെ മാലാഖാമാരെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ. ആമേൻ.